നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്റെ മെഡിസിൻ ഒന്നുമില്ല. ജംഗ്ഷനിൽ പോയിട്ടാ വാങ്ങിച്ചത്. ജീവൻരാജിന്റെ അച്ഛനും അമ്മയും വന്ന കാര്യം ചേച്ചിമാര് പറഞ്ഞു. അവൻ നിന്നെ ഒരിക്കലും ചതിച്ചവനാ. ദൈവം വന്ന് പറഞ്ഞാലും ഇനി നീ അവനെ വിശ്വസിക്കരുത്. അവന് വേണ്ടി അവന്റെ അച്ഛനും അമ്മയും ഏത് വേഷം കെട്ടും മോളെ. പ്രത്യേകിച്ച് ആൺമക്കൾക്ക് വേണ്ടി രക്ഷിതാക്കൾ ഏതറ്റം വരെയും പോവും. അവരെ വിശ്വസിച്ച് നമ്മളെ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറായ അതോടെ നമ്മുടെ ജീവിതം തീർന്നു എന്ന് കരുതിയാ മതി. അവനൊരാൺകുട്ടിയല്ലേ. ചെറിയ ചെറിയ ചില തെറ്റുകളൊക്കെ കണ്ടില്ലാന്ന് വെക്കണമെന്ന് അച്ഛനും അമ്മയും നമ്മൾ ഉപദേശിക്കുമ്പോ അതിന്റെ മറവിൽ അവൻ വലിയ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങും. അപ്പോഴും അവന്റെ വീട്ടുകാർ അവന്റെ കൂടെ നിൽക്കും. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നവനൊക്കെ ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ കിടക്കട്ടെ മോളെ. അങ്ങനെ വിചാരിക്കുന്നതായിരിക്കും നല്ലത്. ഒരുത്തനോടും ഒരു അനുകമ്പയും കാണിക്കേണ്ട കാര്യമില്ല. ഇതും ഇതിനപ്പുറം ഞങ്ങൾ പറഞ്ഞു കൊടുത്തതാ. പക്ഷേ അവര് വന്ന് പോയതിനു ശേഷം മഞ്ചാടി ഒരു അക്ഷരം ഞങ്ങളോട് ഉരിയാടിയിട്ടില്ല. എന്താ ഇവളുടെ മനസ്സിലെന്ന് ആർക്കറിയാം? അവരിവിടെ വരുമെന്ന് മഞ്ചാടി മോളെ തീരെ പ്രതീക്ഷിച്ചതല്ലോ. അതിന്റെ ഒരു ഷോക്ക് അവൾക്ക് എന്തായാലും കാണും. എന്ന് വെച്ച് ജീവൻരാജിനോട് ക്ഷമിക്കാനുള്ള മനസ്സ് അവളെ കാണിക്കുമെന്ന് ആരും കരുതണ്ട. അല്ലേ മോളെ? കണ്ടില്ലേ, ഇവക്കിപ്പോ രണ്ട് മനസ്സാ. മഞ്ചാടിയെ കാണണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ സമ്മതിച്ചത് ഇവൾ അവരെ കാണാൻ തയ്യാറാകില്ലെന്ന് വിചാരിച്ചിട്ടാ. എടി, നിന്നെ ചതിച്ച് നാണം കെടുത്തി ആത്മഹത്യയുടെ വക്കിലെത്തിച്ചവന്റെ അമ്മയുടെ അച്ഛന്റെ സങ്കടം കേൾക്കാൻ നീ തയ്യാറായപ്പോ തോറ്റുപോയതേ നമ്മുടെ അച്ഛനും ഞങ്ങളൊക്കെയാ. മതി ചേച്ചി, ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം മഞ്ചാടി എല്ലാം ക്ഷമിച്ചോളാന്നൊന്നും അവരോട് പറഞ്ഞിട്ടില്ലല്ലോ. ഏത് വിഷയത്തിലും ഇരയാക്കപ്പെട്ടവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും. പുറത്തുനിന്ന് അഭിപ്രായം പറയുന്നവരെ പോലെ അവർക്ക് ഒരിക്കലും ഒറ്റ വാക്കിലൊരു തീരുമാനം പറയാൻ പറ്റില്ല. അതെ ചേച്ചി, മഞ്ചാടി ആലോചിച്ചൊരു തീരുമാനം പറയാതിരിക്കില്ല. ഇനി മനസാക്ഷിയുടെ പേരില് ഇവള് ക്ഷമിക്കാൻ തയ്യാറായാൽ പോലും ജീവൻരാജ് ചെയ്ത തെറ്റി നിന്ന് അവന് തലയൂരി പോരാൻ പറ്റുമൊന്നുമില്ല. അവനും അവന്റെ കൂട്ടാളികൾക്കും തക്കതായ ശിക്ഷ കൊടുത്തിരിക്കും. നീ നിന്റെ പരാതിയിൽ ഉറച്ചു നിന്നാ മാത്രമേ അവന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റൂ. ഈ കേസിൽ അവൻ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നാളെ ഇതിലും വലിയ കുറ്റങ്ങൾ അവൻ ചെയ്യും. എനിക്കറിയാം ചേച്ചി, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാ എൻ്റെ നിലപാട്. പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഇരയാകപ്പെട്ട ഒരു പെണ്ണിന് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താൻ കഴിയും. താമസിയാതെ നമ്മുടെ അച്ഛനോട് ഞാൻ തീരുമാനം പറഞ്ഞോളാം. അതുപോലെ ശബരിയേട്ട ആന്റി വരുന്നുണ്ട്.
ഇവർക്ക് ശരിക്കും ചമ്മലായിരുന്നു ശബരി ഇവിടെ വന്ന് കുഞ്ഞിന്റെ ചടങ്ങിന് ക്ഷണിക്കാൻ. ദാരകു ശബരിയുടെ വീട്ടിലെ ഒരു ചടങ്ങിനും ഇതുവരെ ഇവിടെ നിന്ന് ആരും ക്ഷണിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാ ഞാനും കൂടി വന്നേ. ബന്ധങ്ങളൊക്കെ തുടങ്ങുന്നത് എങ്ങനെയല്ലേ ശബരി? ആനന്ദൻ മാഷിന്റെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും തമ്മിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള അടുപ്പമാ. പിന്നെ അതിനിടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ അകൽച്ചയോ ഉണ്ടായാൽ പോലും ഇതുപോലൊരു ഫംഗ്ഷൻ വരുമ്പോ നമ്മളെല്ലാവരും വീണ്ടും ഒരുമിക്കുകയല്ലേ, അല്ലേ രഘു? അതെ. ഇത് അത്ര വലിയ ഫംഗ്ഷനൊന്നുമല്ല. വളരെ അടുത്ത ബന്ധുക്കളെ മാത്രം ഉൾപ്പെടുത്തി അമ്പലത്തിൽ വെച്ച് ചെറിയൊരു ചോറൂണ് ചടങ്ങ്. അതിന് ക്ഷണിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും സത്യത്തില് ഞങ്ങൾക്കറിയില്ല. ശബരി ഇപ്പൊ തന്നെ നല്ല വൃത്തിയായിട്ട് ക്ഷണിച്ചു കഴിഞ്ഞല്ലോ, അത് മതി. ശബരേട്ടന്റെ അച്ഛന് വയ്യാത്തോണ്ടാ ആദ്യം വിപുലമായി നടത്താനായിരുന്നു ഞങ്ങളുടെയൊക്കെ തീരുമാനം. കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങല്ലേ ദേ, അത് ലളിതായിട്ടൊക്കെ മതി. കുഞ്ഞിന്റെ ബർത്ത്ഡേ ഒക്കെ വരുമല്ലേ, അപ്പൊ നമുക്ക് നല്ലോണം ആഘോഷിക്കാം. ഞങ്ങൾ ഉടനെ കല്യാണം ക്ഷണിക്കാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോ രാമനാഥൻ സാറിനെ ഒന്ന് കാണണം. അല്ല, മോന്റെ ചോറൂണൽ ചടങ്ങിന് അദ്ദേഹം അമ്പലത്തിൽ വരുമോ? ഇല്ലെങ്കിൽ അച്ഛന് നല്ല റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഓ, ആ ഇന്തെന്തൊന്നും മിണ്ടാതെ നിക്കുന്ന കല്യാണ പെണ്ണായി തന്നെ നാണോണോ? ഏയ്, എനിക്ക് നാണോ? ഞാനൊരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി നിൽക്കുക തുടങ്ങാനായിട്ട്. അത് പോട്ടെ, നിന്റെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളുടെ ഫോട്ടോ ഒന്ന് കാണട്ടെ. ഫോണിലില്ലേ? ഫോൺ മുറിയില്ല, അങ്ങോട്ടേക്ക് വാ. ശബരേട്ടാ, ഇന്ദ്രന്റെ വീട്ടിൽ ക്ഷണിച്ചില്ലേ ശബരി? ഉവ്, ഇന്ദ്രേട്ടനെയും സത്യനെയും നേരിട്ട് കണ്ട് ക്ഷണിച്ചു. വീട്ടിൽ ചെന്നപ്പോ സോനയും ഹസ്ബൻഡ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സുശീലാന്റിയെ കണ്ടില്ല. അതൊരു കണക്കിന് നന്നായി. നേരിട്ട് പറയാത്തിന്റെ പേരില് അവര് വരാതിരിക്കുകയാണെങ്കിലേ സമാധാനമായിട്ട് ചടങ്ങ് നടത്താലോ. അച്ഛാ, ആ മഞ്ചാടി, എന്താ മോളെ? മോള് വാ, ഇങ്ങോട്ടിരിക്കെ. എന്തു പറ്റി മോളെ? മോളിപ്പോ അച്ഛന്റെ അടുത്തേക്ക് വരാനായിട്ട് എന്താ കാര്യം? അച്ഛൻ പിന്നീട് എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. അച്ഛൻ എന്ത് ചോദിക്കാനാ? അവര് മോളോട് സംസാരിച്ച് എന്തൊക്കെയാണെന്ന് അച്ഛൻ അറിയാം. അവരുടെ മനസ്സിലുള്ളത് അവര് പറഞ്ഞു. മോളുടെ നല്ല മനസ്സുകൊണ്ട് മോളത് കേട്ടു. അതിലപ്പുറം അച്ഛൻ വേറൊന്നും അതിൽ കാണുന്നില്ല. എന്തു പറ്റി മോളെ? അവരെ കണ്ട ശേഷം മോളുടെ മനസ്സിൽ വല്ല മാറ്റം ഉണ്ടായോ? മാപ്പർഹിക്കുന്ന തെറ്റുകൾക്ക് മാത്രമല്ലേ ശിക്ഷയിളവ് കൊടുക്കാവൂ മോളെ. അല്ലാത്ത തെറ്റുകൾക്ക് ക്ഷമിച്ചാൽ അത് പുതിയൊരു കുറ്റവാളിയെ കൂടി സൃഷ്ടിക്കുന്നതിന് തുല്യമാവും. ഇല്ല അച്ഛാ, ആരെന്ത് പറഞ്ഞാലും എന്നെ ദ്രോഹിച്ചവൻ പരമാവധി ശിക്ഷ അനുഭവിക്കണമെന്ന് തീരുമാനിച്ചു തന്നെ. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞാൻ പുറകോട്ട് പോയില്ല.